ഭഗവാൻ ആചാരാനുഷ്ഠാനങ്ങൾ ദേവഹൂതിയോട് തുടരുകയാണ്. അനാവശ്യമായി വാഗ്വാദത്തിൽ ഏർപ്പെടരുത്. മൗനേന എന്നാണ് ശ്ലോകത്തിൽ. അതിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് അനാവശ്യമായ വാഗ്വാദത്തിൽ ഏർപ്പെടരുത്. മൗനേന എന്ന് പറഞ്ഞാൽ മൗനം ആണ്. മൗനം എന്ന് പറഞ്ഞാൽ വാക്ക് നിശബ്ദമാകണം. ചിന്തകളും നിശബ്ദമായി തീർന്നാൽ മാത്രമേ മൗനം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ. അല്ലാതെ ബലമായിട്ട് മൗനം ആചരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ചിലർ മൗനം ആചരിക്കാറുണ്ട്, വാ തുറന്നൊന്നും പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്ലേറ്റിലും കടലാസിലും ഒക്കെ എഴുതി കാണിക്കും. അത് മൗനമല്ല, അത് മറ്റൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. മൗനം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരിക്കുക. നാക്ക് ഇട്ട് ഇളക്കി ഉണ്ടാക്കുന്ന ശബ്ദം മാത്രമല്ല ശബ്ദം, വാക്ക് എന്ന് പറയുന്നത്. മൗനത്തിൽ വാക്ക് അടങ്ങണം എന്ന് പറഞ്ഞാൽ ചിന്തകളടക്കം അടങ്ങണം. അങ്ങനെ ഉള്ളതാണ് മൗനം. പക്ഷേ അതെപ്പോഴും സാധിച്ചു എന്ന് വരില്ല. വാക്കടക്കാനും നാക്കടക്കാനും മനസ്സടക്കാനും അത്ര എളുപ്പമല്ല. അതിനൊക്കെ നമ്മുടെ മെഡിറ്റേഷൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്നതെല്ലാം ക്രമേണ സാധ്യമായി വരുന്നത് നമുക്ക് പകൽ വെളിച്ചം പോലെ സ്പഷ്ടമായി അനുഭവിച്ചറിയുവാൻ സാധിക്കും. പക്ഷെ അതുവരെ പൂർണ്ണമായ മൗനം ഉണ്ടാകുന്നത് വരെ എന്ത് ചെയ്യണം? അനാവശ്യമായ വാഗ്വാദത്തിൽ ഏർപ്പെടരുത്. ഈശ്വരനെക്കുറിച്ച് ഒരു രീതിയിലും അനുഭവമില്ലാത്തവർ ഈശ്വരനെക്കുറിച്ച് തർക്കിക്കുന്നത് പോലെയാണത്. ഈശ്വരൻ അങ്ങനെയാണ്, ഈശ്വരൻ ഇങ്ങനെയാണ്, ഈശ്വരൻ അങ്ങനെ ആയിരിക്കണം, ഈശ്വരൻ ഇങ്ങനെയായിരിക്കണം. എന്തൊരു വാഗ്വാദങ്ങളാണ്! ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ പോലെയാണ് വാഗ്വാദങ്ങൾ. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിട്ടരുത്. കൗള സമ്പ്രദായത്തിൽ ഒരു സൂത്രമുണ്ട് അതുപോലെ, കൗള പ്രതിഷ്ഠാം ന കുര്യാത്. ഒരു കാര്യവും ഉറപ്പിച്ചങ്ങോട്ട് പറയരുത്. കാരണം ഉറപ്പിച്ച് ഒരു കാര്യം പറയുമ്പോൾ ലൗകിക കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൊതുവെ ആധ്യാത്മിക കാര്യങ്ങളാണ്. ഉറപ്പിച്ച് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഡിവിഷൻ ഉണ്ടാക്കും. അപ്പം ഡിവിസീവായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകരുത്. അതാണ് വാഗ്വാദത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞത്. ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യാൻ ഉള്ള ഇടയുണ്ടാക്കരുത്. നമ്മുടെ വാക്കുകൾ ഒരിക്കലും ഡിവിഷന് കാരണമായി തീരരുത്. അനാവശ്യമായി ചില ആൾക്കാർ ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്നവരാണ് എന്ന് പറയുന്ന പലരും പല സ്ഥലത്തും ചെന്നാൽ അവിടെ അവർ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ഡിവിഷനായിരിക്കും. അങ്ങനെ ഡിവിഷൻ ഉണ്ടാക്കുന്നവർ ആധ്യാത്മികതയുടെ ഏത് ഉത്തുംഗ ശൃംഗത്തിലാണ് എന്ന് പറഞ്ഞാലും ആണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ഡിവിസീവായിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകരുത്. അനാവശ്യമായി വാഗ്വാദത്തിൽ ഏർപ്പെടരുത്. ഭഗവാനായ എന്നെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ പൂജ സ്വധർമാചരണമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിനെ ആത്മാർത്ഥമായി അനുഷ്ഠിക്കണം. ഭഗവാൻ പറഞ്ഞതാണ് ശ്ലോകത്തിൽ, സ്വധർമ്മേണ ബലീയസ എന്നാണ്. അതായത് അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. ഭഗവാനായ എന്നെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ പൂജ സ്വധർമാചരണമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിനെ ആത്മാർത്ഥമായി അനുഷ്ഠിക്കണം. സ്വധർമാചരണം, നമ്മളത് വളരെ വിശദമായിട്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്കത് കേൾക്കാം. കാരണം ഇത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. സ്വധർമാചരണം എന്ന് പറഞ്ഞാൽ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ആചരണം. ധർമ്മം എന്നുള്ള വാക്കിന് സ്വഭാവം എന്നൊരർത്ഥമുണ്ട്. ആ സ്വഭാവം കണ്ടെത്തുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവാനുസൃതമുള്ളതായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ വ്യക്തിക്ക് അയാളുടെ സ്വഭാവം അറിയാൻ സാധിക്കണം. വ്യക്തി അയാളുടെ സ്വഭാവത്തെ എങ്ങനെ അറിയുക? അയാളുടെ ബന്ധങ്ങളിലൂടെയാണ് തിരിച്ചറിവുണ്ടാവുക. ലോകവുമായിട്ട് ഒരു വ്യക്തി ബന്ധപ്പെടുമ്പോൾ
ആ ബന്ധത്തിലുണ്ടാകുന്ന വിചാരവികാരങ്ങളെ നിഷ്പക്ഷമായി ഇടപെടൽ കൂടാതെ, അതുകൊണ്ടാണ് ഈ നിഷ്പക്ഷം എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, ഇടപെടൽ കൂടാതെ നിരീക്ഷിച്ചാൽ വെളിപ്പെടുത്തുന്ന അതാണ് സ്വഭാവം. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ഐസൊലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്നാൽ നമ്മുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവില്ല. കുറച്ചു നേരം അങ്ങനെ മാറിയിരിക്കാം, നമ്മളോടൊപ്പം തന്നെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുക, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ ഒക്കെ വീക്ഷിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരിക്കുക. കുറച്ചു നേരം ജനങ്ങളുമായിട്ട് ഇടപഴകുക. ജനങ്ങളായിട്ട് മാത്രമല്ല, മൃഗങ്ങളുമായിട്ടുമൊക്കെ ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ടു കിട്ടുന്നതാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തികളായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളെ കുറിച്ചിട്ടുള്ളത് ധാരണകളാണ്. രണ്ട് തരത്തിലുള്ള ധാരണകളുണ്ട് നമുക്ക്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി വളരെ മോശമായ ധാരണയായിരിക്കും. നമ്മൾ ആൾക്കാരുടെ ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി വളരെ സൂപ്പർലേറ്റീവായിട്ടുള്ള വളരെ ഉയർന്ന ധാരണകളായിരിക്കും. നമ്മളിൽ തന്നെ ഈ ദ്വന്ദ്വഭാവം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് നമ്മളെപ്പറ്റി ഒരു നികൃഷ്ട മനോഭാവം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തിനാ കൊള്ളുക, ഒന്നിനും കൊള്ളില്ല, ഞാനോ ഒരു നികൃഷ്ടൻ, ഒരു കഴിവുമില്ലാത്തവൻ. പക്ഷെ 4 ആൾ കൂടുന്നിടത്തോ കേമനാണ് ഞാൻ, തൻ്റെ കേമത്വങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. ഈ ദ്വന്ദ്വങ്ങൾ ഉണർത്തുന്ന സംഘർഷം മിക്കവാറും എല്ലാവരിലുമുണ്ട്. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ളത് മുൻധാരണകളാണ്. നമുക്ക് നമ്മളെ പറ്റിയുള്ളത് സ്വയം മെനഞ്ഞെടുത്ത ചെറുകഥകൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാകാൻ കുറച്ചു നേരം നമ്മളോടൊപ്പം ഇരിക്കണം, കുറച്ചു നേരം ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെടണം. ആ ബന്ധങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന, ഒറ്റയ്ക്കിരിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഉരുത്തിരിഞ്ഞു വരുന്ന വികാരവിചാരങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ശരിയായുള്ള ഞാൻ ആരാണ് എന്നത് പിടികിട്ടും. ആത്യന്തികമായ അർത്ഥത്തിലല്ല, തുടക്കത്തിലുള്ള അർത്ഥത്തിൽ. ഞാൻ ആരാണ്, എനിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് സ്വധർമാചരണം. സ്വധർമാചരണം ആണ് ഏറ്റവും ഉത്തമമായ ഭഗവതാരാധനയ്ക്കുള്ള വഴി. അത് ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കണം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ അനുഷ്ഠിച്ചാൽ പോരാ, ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച പ്രവൃത്തികളിൽ തുടങ്ങണം. ക്രമേണ നമുക്ക് ബോധം വികസിക്കും, നമ്മുടെ സ്വഭാവത്തിൽ പരിണാമങ്ങൾ സംഭവിക്കും, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അല്ലാതെ തുടക്കത്തിലുള്ള അതേ പ്രവൃത്തി അവസാനം വരെ ചെയ്യണം എന്നല്ല. തുടക്കത്തിൽ നമുക്ക് നമ്മളെ പറ്റി ചില ധാരണകൾ ഉണ്ടാകും, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ പുറത്തു വരും. അപ്പം അങ്ങനെ പതുക്കെയാണ് അനുഭവത്തിലൂടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇതെല്ലാം ഉത്തരവാദിത്വമുള്ള ഒരു പണിയാണ്. എളുപ്പമാണ് ഉത്തമരായ ഗുരുക്കന്മാരെ കിട്ടിയാൽ, എളുപ്പമാണത്, സംശയമില്ല. ഉത്തമരായ ഗുരുക്കന്മാരെ കിട്ടിയാൽ ഈ യാത്ര എളുപ്പം തന്നെയാണ്. പക്ഷെ ഉത്തമരായ ഗുരുക്കന്മാരെയാണ് കിട്ടാൻ പ്രയാസം. ഗുരുക്കന്മാരാണ് എന്ന് സ്വയം പ്രഖ്യാപിതരായിട്ടുള്ളവരെ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഉത്തമരായവരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉത്തമരായവരെ കിട്ടുന്നത് വരെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അഭികാമ്യം. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ പൂജ ഭഗവാനായ എന്നെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ പൂജ സ്വധർമാചരണമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിനെ ആത്മാർത്ഥമായും അനുഷ്ഠിക്കണം. എതിർച്ഛയാ കരഗതമാകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടനാകണം. എതിർച്ഛാലാഭ സന്തുഷ്ടനായിരിക്കണം. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഇതേ കാര്യം. യാദൃശികമായിട്ട് പെരുമ്പാമ്പിൻ്റെ ഉദാഹരണം എടുത്താണ് സമർത്ഥിക്കുന്നത്. പെരുമ്പാമ്പ് ആഹാരം തേടി പോകാറില്ല എന്നാണ് പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. പെരുമ്പാമ്പിൻ്റെ ജീവിത രീതികളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല.
വായിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. പെരുമ്പാമ്പ് വിശന്നങ്ങനെ കിടക്കത്രേ. അതിൻ്റെ ആഹാരം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം അത് കഴിക്കുക, അത് വന്നെത്തുമ്പോൾ അത് കഴിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ യാദൃശ്ചികമായിട്ട് കിട്ടുന്ന, യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കയ്യൊപ്പോട് കൂടിയതാണ് യാദൃശ്ചികമായിട്ടുള്ളത്. യാദൃശ്ചികമായിട്ട് കിട്ടുന്നത് കൊണ്ട് എതിർച്ഛയാ കരഗതമാകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടരാകണം. യാദൃശ്ചികമായിട്ട് അങ്ങനെ യാദൃശ്ചികമായിട്ട് കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടരാകണം എന്ന് പറഞ്ഞാൽ പുരോഗതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പം എന്തോരം പുരോഗമിച്ചിരിക്കുകയാണെന്നറിയോ മനുഷ്യരുടെ വികസന താത്പര്യം കൊണ്ട്. കഴിഞ്ഞ 20-25 കൊല്ലങ്ങളായിട്ട് ഈ കേരളത്തിൽ നിരന്തരം നടന്ന് പ്രഭാഷണം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഈ കേരളത്തിലെ റോഡുകളിലൊന്നും നന്നായി സഞ്ചരിക്കുവാനുള്ള, സ്വച്ഛമായി സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വികസനം എന്ന പേരും പറഞ്ഞ് എന്നും എവിടെയെങ്കിലുമൊക്കെ പണിയായിരിക്കും, യാത്ര ദുഷ്കരം ആയിരിക്കും. ഇതാണോ പുരോഗതി? പണ്ട് 10 മിനിറ്റ് കൊണ്ട് നടന്നാലെത്തുന്ന സ്ഥലത്ത് വാഹനത്തിൽ പോയാൽ 1.5 മണിക്കൂർ എടുക്കുന്നതാണോ പുരോഗതി? അപ്പോൾ മനുഷ്യൻ പ്രയത്നിച്ചാൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഇന്ന് ലോകത്ത് കാണുന്ന യുദ്ധങ്ങളെല്ലാം ആണോ പുരോഗതി? എത്ര പേരുടെ വീടുകളാണ് ഈ യുദ്ധങ്ങൾ ഇല്ലാതെയാക്കുന്നത്? എത്ര കുഞ്ഞുങ്ങളെയാണ് അനാഥരാക്കുന്നത്? എത്ര അച്ഛനമ്മമാരെക്കാണ് കുട്ടികളില്ലാതെയാകുന്നത്? ഇതൊക്കെയാണോ പുരോഗതി? അപ്പം നമ്മൾ നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നതല്ലാതെ വാസ്തവത്തിൽ അഭിവൃദ്ധിയും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നുണ്ടോ? ഇത് പരിശോധിക്കേണ്ടതാണ്. ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉണ്ടാകുന്നു എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. നേരെ മറിച്ച് യാദൃശ്ചികമായി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തുഷ്ടരാവുകയാണ് എങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് സന്തുഷ്ടരാകാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടാകും. എപ്പോഴും നമുക്ക് സന്തുഷ്ടരാകാൻ, സന്തോഷമുള്ളവരായിരിക്കുവാനുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം യാദൃശ്ചികമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുഴുവൻ ഈശ്വരൻ്റെ കയ്യൊപ്പോടുകൂടിയ കടന്നു വരവാണ്. ഈശ്വരൻ ചാപ്പ കുത്തി വിടുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള കടന്നു വരികൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എതിർച്ഛയാ കരഗതമാകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടരാകണം. അതല്ല, അങ്ങനെയല്ല, ഞങ്ങൾ പ്രവർത്തിച്ച് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, നിങ്ങളെ ആരും തടയുന്നൊന്നുമില്ല. പക്ഷേ ഒരു ആത്മവിശകലനത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കരഗതമാകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടനാകണം. ഇനി അടുത്തത് പറയാൻ പോവാണ്. എതിർച്ഛയാ കൈവശം വന്നതായാൽ പോലും അമിതമായി ഭക്ഷിക്കരുത്. ആവശ്യമുള്ളതേ കഴിക്കാൻ പാടുള്ളൂ. ഈശ്വരൻ്റെ കയ്യപ്പോടുകൂടി വന്നതല്ലേ, എന്നാൽ വാരി വലിച്ച് തിന്നരുത്. അങ്ങനെ തിന്നാം, അങ്ങനെ തിന്നരുത്. ഇത് ഭക്ഷിക്കരുത് എന്നുള്ളത് മാത്രമല്ല, ഭക്ഷിക്കരുത് എന്നുള്ളത് എല്ലാ തരത്തിലേക്കും എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും യോജിപ്പിക്കണം. യാദൃശ്ചികമായി കിട്ടിയതിൽ അവനവന് വേണ്ടത് എടുത്തുപയോഗിക്കുക. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടിയുള്ളതാണ്. ഈ ജീവിതത്തിൽ വൃക്ഷങ്ങൾ പൂക്കുന്നത്, വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഓരോരുത്തരുടെയും ജീവിത കാലഘട്ടങ്ങളിൽ അത് പൂക്കുന്നത് ഈ പോളിനേഷന് വേണ്ടി മാത്രമല്ല, പരാഗണത്തിന് വേണ്ടി മാത്രമല്ല, അതിൻ്റെ സുഗന്ധം ബാക്കിയുള്ളവർക്ക് കൂടി പകർത്താൻ വേണ്ടിയിട്ടാണ്. ചെടികൾ കായ്കൾ ഫലം തരുന്നത് അതിൻ്റെ വിത്ത് മുളച്ച് എന്താ പറയുക, വംശം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല. ആ പഴം വീണ് ചീഞ്ഞ് അതിലെ വിത്തുകളൊക്കെ വീണ്ടും ചെടിയായി അങ്ങനെ വംശം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, അത് മറ്റ് ജീവജാലങ്ങൾക്ക് ആഹാരമായിട്ടും കൂടിയാണ്. അപ്പം നമ്മുടേതെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച് നമ്മളിലേക്ക് തരുന്നതെല്ലാം എൻ്റേതാണ് എന്ന് പറഞ്ഞ് വാരിപ്പുണരാനുള്ളതല്ല. അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്ത് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാനുള്ളതാണ്. നമ്മുടെ മഹാമനസ്കത വെളിപ്പെടുത്തുവാനുള്ള
ഒരവസരമാണ് ഈശ്വരൻ അതിലൂടെ തരുന്നത്. അതുകൊണ്ട് എതിർച്ഛയാ കൈവശം വന്നതായാൽ പോലും അമിതമായി ഭക്ഷിക്കരുത്. ഭക്ഷിക്കരുത് എന്നുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയിലേക്കും എടുക്കണം. യാദൃശികമായി കിട്ടിയതാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത്, ഭുജിക്കരുത്. എപ്പോഴും ചിന്താശീലമുള്ളവരായിരിക്കണം. എപ്പോഴും ഇപ്പം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും ചിന്താശീലരാണല്ലോ. ഒന്നുകിൽ ഭൂതകാലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്ക്. എപ്പോഴും ചിന്താശീലരാണ്. അതാണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നത് ആവാൻ വഴിയില്ല. കാരണം ഇപ്പോൾ ഉള്ള ചിന്താശീലത കൊണ്ട് ഒരു ഗുണവുമില്ല. അസ്വസ്ഥതയല്ലാതെ വേറെ യാതൊരു ഗുണവും ഇല്ല. ചിന്തിച്ച് 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 ഒരന്തവുമില്ലാത്തവരായി തീർന്നിരിക്കാൻ നമ്മൾ. അപ്പോഴാണ് ഭഗവാൻ പറയണത് എപ്പോഴും ചിന്താശീലരായിരിക്കണം. എന്തായിരിക്കും ഭഗവാൻ ഉദ്ദേശിച്ചത്? എപ്പോഴും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെയും അതുണർത്തുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തിക്കണം, വിശകലനം ചെയ്യണം. പരമമായതിനെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലേക്കും വിന്യസിപ്പിക്കുവാൻ അനിവാര്യമായ ചിന്ത നടത്തണം. കാരണം ചിന്തയാണ് പ്രവൃത്തിയായിത്തീരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സാഹചര്യമുണ്ടായാലും ഏത് സന്ദർഭവും ഈശ്വരോന്മുഖമാക്കി മാറ്റാൻ ചിന്തിക്കണം. എങ്ങനെയാണ് എനിക്കിപ്പം വല്ലാത്തൊരു ദുഃഖമുണ്ടായി, ഈ ദുഃഖം ഞാൻ എങ്ങനെയാണ് ഈശ്വരോന്മുഖമാക്കുക? എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടായി, ഞാൻ എങ്ങനെയാണ് ഇത് ഈശ്വരോന്മുഖമാക്കുക? ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല വികാരങ്ങളെയും ഈശ്വരോന്മുഖമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് നിരന്തരം ചിന്തിക്കണം. ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യണം. സ്വജീവിതത്തെ എപ്പോഴും വിചാരത്തിന് വിധേയമാക്കണം. ഇതൊന്നും എളുപ്പമല്ല. പക്ഷെ ഏത് വലിയ യാത്രയും ആദ്യത്തെ ചുവടുവെപ്പോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ യാത്ര പിന്നിടുന്നത് ഓരോ ചുവട് വയ്ക്കുന്നതോടുകൂടിയാണ്. ചെറിയ ചുവടുവയ്പ്പുകളാണ് വലിയ വഴിയെ താണ്ടുവാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് വഴിയുടെ വലുപ്പം നമ്മളിൽ ആശങ്കയുണർത്തേണ്ട ആവശ്യമില്ല. ചെറിയ തുടക്കം തുടങ്ങിയാൽ മതി. അപ്പം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ നമ്മളിതെല്ലാം കൂടി കേട്ട് നമുക്ക് പറ്റുന്നത് പോലെ ചെറുതായിട്ട് ഇതിരിക്കട്ടെ എൻ്റെ വക, അങ്ങനെ കുറേശ്ശെ നമ്മൾ ചെയ്തു തുടങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാതം നാം പിന്നിട്ടതായി തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ശീലമുള്ളവരായിരിക്കണം. ഏകാന്തതയിലിരുന്ന് വേണം ഭഗവാനെ സ്മരിക്കാൻ. ഭഗവാനെ സ്മരിക്കുമ്പോൾ ഏകാന്തതയിലിരിക്കണം. ഏകാന്തതയിലിരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ ഹിമാലയത്തിൻ്റെ കൊടുമുടിയിൽ പോകണമെന്നല്ല. എല്ലാവരോടൊപ്പം ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴും അങ്ങനെയാ പലരും. അത് പക്ഷേ ദുഃഖത്തിൻ്റെ ചുഴിയിൽപ്പെട്ടും ഡിപ്രഷൻ്റെ പിടിയിൽപ്പെട്ടുമൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ല. ആ ഒറ്റപ്പെടലല്ല ഏകാന്തത. ഏകാന്തത എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് അവിടെ കുടികൊള്ളുന്ന ഈശ്വരനെ ചിന്തിക്കാൻ സാധിക്കണം. അതെല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോഴും പറ്റും. ആ ഉൾവലിയൽ എപ്പോഴും നമുക്ക് സാധിക്കും. അപ്പോൾ ഭഗവാനെ ചിന്താശീലമുള്ളവരായിരിക്കണം. ഏകാന്തതയിൽ ഇരുന്ന് വേണം ഭഗവാനെ സ്മരിക്കാൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് നേരം ഭഗവത് സ്മരണയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ, വീട്ടിൽ പറ്റുകയാണ് എങ്കിൽ ആരും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സ്ഥലം കണ്ടെത്താം. പൂജാമുറി എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എല്ലാ വീടുകളിലും താരതമ്യേന മറ്റ് ഡിസ്റ്റർബൻസസ് അല്ല, മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശല്യപ്പെടുത്തലുകളും ഒന്നുമില്ലാത്ത ഒരു സങ്കേതമുണ്ടാകും. അവിടെ ഇരിക്കണം. എവിടെ വേണേലും ഇരിക്കാം. നിങ്ങളുടെ കിടപ്പുമുറിയുടെ മൂലയ്ക്കാകാം, നിങ്ങളുടെ കിടക്കുന്ന കട്ടിലിലാകാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ അത് പൊതുവെ വീട്ടുകാരും മറ്റും ശല്യപ്പെടുത്താത്തൊരു സ്ഥലമായിരുന്നാൽ നല്ലത്. അങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിലോ എന്നാൽ ഭഗവാനെ ഉപാസിക്കേണ്ടതെന്നാണോ? അങ്ങനെയല്ല, പറ്റുന്ന രീതിയിൽ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് ഉൾവലിയാൻ സാധിക്കും. അങ്ങനെ ഏകാന്തതയിലിരുന്ന് വേണം ഭഗവാനെ സ്മരിക്കാൻ.
ചിന്തകളെ കാടുകയറാൻ അനുവദിക്കാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. നേരത്തെ പറഞ്ഞു എപ്പോഴും ചിന്താശീലമുള്ളവരായിരിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ഭഗവാന് മനസ്സിലായ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിന്തകളെ കാടുകയറാൻ അനുവദിക്കും. കാട് കയറാൻ അനുവദിക്കരുത് ചിന്തയെ. അങ്ങനെ കാട് കയറി പോകുമ്പം നമുക്ക് ഈശ്വരനാമം ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിൽ ഉറക്കെ അങ്ങോട്ട് ജപിക്കുക. മനസ്സിൽ ഉറക്കെ ജപിക്കുക. പഠിത്തിരിക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഈ ചിന്തകൾ കാട് കയറി പോവുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ കാസറ്റുകളുണ്ട്. ഇന്ന് കാസറ്റുകളൊന്നുമില്ല. പണ്ട് ചെറിയൊരു കാസറ്റ്, അതിനകത്തൊരു ടേപ്പൊക്കെ ഉണ്ടാവും. ആ ടേപ്പുകളെല്ലാം കൂടി പുറത്തേക്ക് വന്ന് ചിലപ്പോൾ എല്ലാം കൂടി പിരിഞ്ഞ് കൂടിക്കലർന്ന് കിടക്കും. അതിനെ വേർപെടുത്തി നേരെയാക്കാൻ വലിയ പ്രയാസമാണ്. ചിന്തകൾ അതുപോലെയായിരിക്കും. കാട് കയറിപ്പോവും. ഒന്നിക്കേറി തുടങ്ങിയത് എവിടെയോ ഇപ്പം എവിടെയോ, തുടങ്ങിയത് എവിടെ നിന്നോ ഇപ്പം എവിടെയോ. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ചിന്തകൾ അങ്ങനെ കലപിലകളായി കിടക്കുകയാണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പം നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം, മന്ത്രം അറിയാവുന്നവർ മന്ത്രം ഉറക്കെ മനസ്സിലങ്ങോട്ട് ജപിക്കും. ഉറക്കെ മനസ്സിലെത്ര ഉറക്കം വേണേലും ജപിക്കാമല്ലോ, വേറെ ആരും കേൾക്കില്ലല്ലോ. അപ്പോൾ എത്ര ഉറക്കം ജപിക്കാൻ പറ്റുമോ അത്ര ഉറക്കം ജപിക്കുക. അപ്പം ഈ മനസ്സിലെ ചിന്തകളുടെ കലപിലകൾ ബ്രേക്ക് ചെയ്യും, പൊട്ടിപ്പോവും. അതിനെ നമുക്ക് ഭേദിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ചിന്തകളെ കാടുകയറാൻ അനുവദിക്കാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. നമ്മുടെ അവയർനെസ് മെഡിറ്റേഷൻ കുറേ കാലം ശീലിച്ചു കഴിഞ്ഞാൽ ചിന്തകൾ ഇങ്ങനെ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്കത് കാട് കയറി പോകാതെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഈശ്വരനാമം ഉറക്ക മനസ്സിൽ ജപിച്ചാൽ ആ ചിന്തകളുടെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്, ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതോടെ മനസ്സിന് ശാന്തത കിട്ടും. ഈ ചിന്തകളുടെ കലപിലകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മനസ്സ് ശാന്തമാവും. മനസ്സ് അശാന്തമാകുന്നത് ചിന്തകളുടെ ബാഹുല്യം കാരണമാണ്. അപ്പം മനസ്സിന് ശാന്തത കിട്ടും.